അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും വേണ്ടി ഞാനൊരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് സംഭവം ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് ഗ്രില്ല് ചെയ്യുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുക എന്നൊക്കെയാണ്. പക്ഷെ നമുക്കിത് കുറേ സമയം എടുത്ത് കഷ്ടപ്പെട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്കൊരു ഈസി വേ ഉണ്ട്. ഇതിപ്പോൾ ഇത് സ്കിന്നൊക്കെ ഉള്ളത് ഇവിടെ UAE ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് സ്കിന്ന് വന്നത്. നമ്മുടെ നാട്ടിൽ സ്കിന്നൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് കംപ്ലീറ്റ് തന്നെയാണല്ലോ ഉണ്ടാവുക. സ്കിന്നില്ലാതെ തൂവലടക്കം ഉണ്ടാകുന്ന വരെ നാട്ടിൽ. ഇവിടെ ഇത് ഫ്രോസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഈ സ്കിന്നൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മളൊരു ഈ ഒരു ഫ്രൈക്ക് നമുക്ക് സത്യത്തിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കിത് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഫ്രൈ ആവാതിരിക്കുക അങ്ങനത്തെ ഒന്നും ഒരു ഇതില്ല. ധാരാളം ഓയിലിൽ കിടന്ന് കഷ്ടപ്പെടുക അതൊന്നും ഇല്ല കേട്ടോ. ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ടും ചിലവ് വളരെ കുറഞ്ഞിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. സ്വതവേ എല്ലാവരും പറയുന്നത് പോലെ അത്ര സമയം മതി ഇത്ര സമയം മതി എന്നിട്ട് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ പടച്ചോനെ പറയണ്ട അതിൻ്റെ സമയം എത്രയാണ് ഉള്ളത് എന്ന് നമുക്കെന്നെ അറിയില്ല. പിന്നെ അതൊരിക്കലും നമ്മൾ കണ്ടതും നമ്മൾ ചെയ്ത് നോക്കിയതും തമ്മിലൊരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷെ ഇതങ്ങനെയില്ല കേട്ടോ. എന്താണോ പറയുന്നത് അതേ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു വർക്കാണ്. അങ്ങനെ ഗൈസ്, ഞാൻ ആ ചിക്കനൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചിക്കൻ്റെ ബാക്കിലുണ്ട് ഒരു ഭാഗം ഇവിടെ. ഇത് നമ്മൾ പരമാവധി കട്ട് ചെയ്ത് ഉപേക്ഷിക്കണം. ബിക്കോസ് ഇത് ഒരു ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമായിരിക്കും അത് നമ്മൾ എടുക്കുമ്പോൾ. 2 ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ എന്താ ചെയ്യാൻ ചോദിച്ചാൽ, ചിക്കൻ ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഇത് കുറച്ച് ഫ്ലഷ് കൂടുതൽ ബ്രസ്റ്റ് ആയതുകൊണ്ട് നമ്മളിതിങ്ങനെ ജസ്റ്റ് ലൈന് കൊടുക്കണം. ലൈനാണ്, അതായത് മസാല അടിയിലേക്ക് എത്തേണ്ടിയിട്ടുള്ള ലൈന്. ഇതിനും അങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് കണ്ട. ഈസിയാണ്, വളരെ ഈസിയാണ് ഈ പരിപാടി. അല്ലെങ്കിൽ നമ്മൾ ഇത് ലൈൻ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് ഈ ഭാഗത്തേക്ക് മസാല എത്തില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് എങ്ങനെ എല്ലാവരും ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് സ്വല്പം ആഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഞാൻ അങ്ങനെ സ്പൂണൊന്നും പറയുന്നില്ല, ഒരു 2 ചിക്കനല്ലേ, അപ്പോൾ ഒരു സുമാർ നമ്മൾ കുക്കിംഗ് അറിയാത്ത ആരും ഇങ്ങനത്തെ ഒന്നും കുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്കൊരു സുമാർ ഐഡിയ ഉണ്ട്. ആ ഐഡിയക്ക് നിങ്ങൾ അങ്ങോട്ട് ഉപ്പ് ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ മഞ്ഞളുടെ കേസിലാകുമ്പോൾ കുറച്ചൊരു കെയർ വേണം. ഇതാ ഞാൻ എടുത്ത സ്പൂൺ ഇതാണ്. ഈ സ്പൂണ് 1 3 ഈ സ്പൂണിൽ ടേബിൾ സ്പൂണിൽ ഈ സ്പൂണാണ്. അതിൽ ഞാൻ 3 സ്പൂണാണ് മഞ്ഞൾ ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് മുളക് അതേ സ്പൂണിലാണ് ഞാൻ എടുക്കുന്നത്. 2 സ്പൂണ് മുളകും ഇട്ട് അത്ര മതി കേട്ടോ. ഇനി മല്ലിപ്പൊടി 1 സ്പൂണ് 2 സ്പൂണ് കഴിഞ്ഞ്. എൻ്റെ മസാല കഴിഞ്ഞ് ഇത്രയേ വേണ്ടു. ഇനി നമ്മൾ അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നല്ലോണം അങ്ങോട്ട് മാഗ്നറ്റ് ചെയ്യാം. കുറേ ടഫൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചിക്കൻ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ കുറേ ചേരുവകൾ ചേർത്താം. പക്ഷേ ഇപ്പോൾ തുടക്കത്തിൽ ഇതേ വേണ്ടു, കാരണം ഇതൊരു സ്പെഷ്യലായിട്ട് ഈസി ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യണം, കൈ അങ്ങോട്ട് പാകപ്പെടുത്തിയെടുക്കണം. കൈ കൊണ്ട് വയ്ക്കുന്നവർക്ക് കൈ കൊണ്ട് വയ്ക്കുക. ഇനി ഗ്ലൗസൊക്കെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഗ്ലൗസൊക്കെ ഇടാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനും ചോയ്സിനും സാഹചര്യത്തിനും അനുസരിച്ച് ചെയ്യാം. നമ്മൾ വീട്ടിൽ നമ്മൾ ഓൺ ഫുഡിങ് ആകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കൈ തന്നെയാണ് നല്ലത്. നേരെ മറിച്ച് നമ്മൾ പ്രൊഫഷണലായിട്ടായിട്ടും ചെയ്യുന്നതാണെങ്കിൽ ഗ്ലൗസൊക്കെ ഇടണം, അത് മസ്റ്റാണ്, അത് ലോ ആണ്. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. അതായത് ഈ ബൗളിൽ നിറയെ 1 ലിറ്റർ ഉണ്ടാവില്ല, ഒരു 750 മില്ലി ലിറ്ററാണ് വെള്ളം വരുള്ളൂ കേട്ടോ. ഇത് ഞാൻ ചിക്കൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞിട്ടില്ല, 900 + 900 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക, ചിക്കൻ്റെ ഒഴിക്കുക.
കണ്ട, ഇതിപ്പോൾ എന്താ കഥ? നല്ലൊരു ചിക്കൻ വെറുതെ വെള്ളം ഒഴിച്ച് കേടുവരുത്തി എന്ന് വിചാരിക്കണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ ഈസി കുക്കിംഗ് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ജസ്റ്റ് ഇതെന്ത് ചെയ്യും, അടുപ്പത്തിൽ വെച്ച് സ്ട്രീം ചെയ്തെടുക്കും. ഓക്കെ, നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ട ചെറിയ മാഗ്നറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. നമ്മൾ എന്താ ചോദിച്ചാൽ മിൻറ്റ് ലീവ്സ്, അതായത് പുതിന ചപ്പ്, അത് മിക്സിയിലിടാം. ഇത് കുറച്ച് കണ്ട കറിവേപ്പിലയാണ്, കറിവേപ്പില, കറി ലീവ്സ്, അത് മിക്സിയിലിട്ട്. പിന്നെ കുറച്ച് ഒരു വെളുത്തുള്ളി പകുതി എടുത്തത്, അതും മിക്സിയിലിടുക. പിന്നെ ഇത് ഇഞ്ചിയാണ്, ഇതാ കണ്ട ചെറിയ ഇത്ര മതി, മെഷർമെൻറ്റ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാം കേട്ടോ. അതിട്ട് പിന്നെ കണ്ടില്ല ഉള്ളി ഹാഫാണ് എടുത്ത്, ഒരു ചെറിയ ഉള്ളി കംപ്ലീറ്റ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞ്. ഇനി ഞാനതെന്താ ചെയ്യാൻ ചോദിച്ചാൽ ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കും. നമ്മൾ നല്ലോണ്ട് ഈ ഒരു മസാല ഇതിൻ്റെ ഉള്ളിലൊക്കെ ചേർത്ത് നമ്മളങ്ങോട്ട് എടുത്ത് കൊടുക്കും കേട്ടോ. അത്രയേ ഉള്ളൂ, ഈസിയാണ്. ഞാൻ പറഞ്ഞില്ല ഈസിയാണ്, കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പറ്റില്ല. ഈസി ആകുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് തന്നെ എടുക്കണ്ടേ. ഞാൻ ഇതൊക്കെ അങ്ങോട്ട് മാഗ്നറ്റ് ചെയ്തു, എന്താ മലയാളത്തിൽ പറയാം, പുരട്ടി കായം തേച്ചു എന്നൊക്കെ പറയും നമ്മൾ. ഈ ഉള്ളി ഇതൊക്കെ ആയിട്ട് നമ്മൾ മാഗ്നറ്റ് അങ്ങോട്ട് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രൈ ചെയ്യാം കേട്ടോ. ചൂടോടെ തന്നെ ഹെൽത്തി ഡിഷായിട്ടുണ്ട്. ഇത് ഡെലീഷ്യസ് ആണ്, യമ്മിയാണ്, ഈസിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ഒഴിക്കുമ്പോൾ നല്ല കോൺഷ്യസോടുകൂടി ചെയ്യണം. വെള്ളം കൂടാതെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി. വേറൊരു വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമ.